أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. സ്നേഹനിധികളായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാൽ ഉപദേശിക്കുകയാൽ സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. 11ാമത്തെ നോമ്പിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി 11 രാത്രി നമസ്കാരങ്ങൾ നമ്മളെല്ലാവരും നിർവഹിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളിലായി ഞാനും നിങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂൽ ചെയ്ത് പൂർണ്ണ പ്രതിഫലം നൽകി നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഇബാദത്തിൽ മുഴുകാനുള്ള ആഫിയത്ത്, അതിനുള്ള ആരോഗ്യം, ദീർഘായുസ് നാഥൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ വളരെ വേഗത്തിലായിരിക്കും നമ്മിലൂടെ കടന്നു പോവുക. റമദാനിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞു, മധ്യഭാഗത്തിലേക്ക് നാം പ്രവേശിച്ചു. ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇനി 2 വെള്ളിയാഴ്ചയാണ് ഈ റമദാനിൽ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ഓരോരോ ദിവസങ്ങൾ കഴിയുന്തോറും ക്ഷീണം, തളർച്ച, മടി നമ്മളെ എല്ലാവരെയും പൊതുവെ റമദാനിൽ ഭൂരിഭാഗം ആളുകളെയും പിടികൂടുന്നതാണ്. തുടക്കത്തിലുണ്ടാകുന്ന ആവേശം റമദാനിന്റെ നടുവിലുണ്ടാവില്ല. അവസാനത്തിലേക്ക് എത്തുമ്പോൾ തീരെ ഇല്ലാത്ത ദയനീയമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ റമദാനിന്റെ ഓരോരോ ദിവസങ്ങൾ കടന്നു പോകുന്തോറും, അതിന്റെ അവസാനത്തിലേക്ക് അതെത്തും തോറും റമദാനിന്റെ മഹത്വം വർദ്ധിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും വിസ്മരിക്കാൻ പാടില്ല എന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ്. ഈ പരിശുദ്ധ റമദാനിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ശുദ്ധീകരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഞാനും നിങ്ങളും നിർവഹിക്കുമ്പോൾ ഭൂരിഭാഗം വരുന്ന ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ നാം ഒന്ന് എണ്ണി നോക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാ വ തുഅ്തിയ സകാ വ തസൂമ റമദാൻ
വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇങ്ങനെ 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ മുസ്ലിമായ ഏതൊരു മനുഷ്യനും പ്രവർത്തിക്കേണ്ടതായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒന്നാമത്തത് ഷഹാദത്താണെങ്കിൽ രണ്ടാമത്തത് നമസ്കാരമാണ്. നമസ്കാരത്തിന്റെ മഹത്വം നമുക്കറിയാം, അതിന്റെ ഗൗരവം അറിയാം, അതിന്റെ പ്രാധാന്യം അറിയാം, നമസ്കരിച്ചാലുള്ള കൂലി അറിയാം, നമസ്കാരം ഒഴിവാക്കിയാലുള്ള ശിക്ഷയും നമ്മിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. ആ നമസ്കാരം കഴിഞ്ഞാൽ മൂന്നാമതായി ഇസ്ലാം എണ്ണിയ വിഷയം ഏതാണ് സഹോദരങ്ങളെ? സക്കാത്താണ്. ആ സക്കാത്തിനെ കഴിഞ്ഞിട്ട് നാലാമതാണ് ഇസ്ലാം നോമ്പിനെ എണ്ണിയിട്ടുള്ളത്, അഞ്ചാമതാണ് ഹജ്ജിനെ എണ്ണിയിട്ടുള്ളത്. ഈ റമദാനിൽ നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ഞാനും നിങ്ങളും നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഇടയിലായി ഇസ്ലാം പറഞ്ഞ കടന്നു വരുന്ന സക്കാത്ത് എന്ന നിർബന്ധമായ ഒരു ഇബാദത്തിനെ സംബന്ധിച്ച് നമ്മിൽ പല ആളുകളും ഇന്നും അശ്രദ്ധരാണ്. നമുക്കൊരിക്കലും നമസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിക്കാൻ കഴിയാത്ത വിധമാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ സക്കാത്ത് എന്ന ഇബാദത്തിനെ കുറിച്ച് നമ്മുടെ മുന്നിൽ വിശദീകരിച്ച് തരുന്നത്. വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചാൽ ഏകദേശം ഖുർആനിൽ 10-32ഓളം സ്ഥലങ്ങളിൽ സക്കാത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ അതിൽ 28ഓളം സ്ഥലങ്ങളിൽ നമസ്കാരത്തോട് ചേർത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സക്കാത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം എന്നിങ്ങനെ നമസ്കാരത്തോട് ചേർത്തിക്കൊണ്ട് ഖുർആൻ ഒന്നല്ല രണ്ടല്ല 28ഓളം സ്ഥലങ്ങളിലാണ് സക്കാത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിന്റെ താളുകൾ മറിക്കുമ്പോൾ നമുക്ക് കാണാം വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർകഉ മഅർ റാകിഈൻ. നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക, സക്കാത്ത് കൊടുക്കുക, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുകൂഅ് ചെയ്യുക. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുകയാണ് വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾ നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. ഏതൊരു മനുഷ്യനും തന്റെ നഫ്സിന് വേണ്ടി എന്താണോ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത് അത് അല്ലാഹുവിന്റെ അടുക്കൽ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യുന്നതാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹകീം ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ അല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുഅ്തൂനസ് സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്തുൽ ലുഖ്മാനിന്റെ ആദ്യത്തെ ആയത്തുകളാണ്. ഇവിടെയെല്ലാം വിശുദ്ധ ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക എന്നിങ്ങനെ 28ഓളം സ്ഥലങ്ങളിൽ നമസ്കാരത്തോട് ചേർത്തിക്കൊണ്ട് സക്കാത്ത് എന്ന നിർബന്ധ ദാനത്തെ കുറിച്ച്, ഇബാദത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പ്രതിപാദിക്കുന്നു. ഈ വിഷയത്തിന്റെ ഗൗരവം എത്രയെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ ഈ പ്രയോഗങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. കേവലം ഒരു നിർബന്ധ കർമ്മം എന്നതിലുപരി സക്കാത്തിന് ഇസ്ലാം കൽപ്പിച്ച സ്ഥാനം എത്രത്തോളമാണ് എന്ന് ചോദിച്ചാൽ മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായി. ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ഒരു പ്രശ്നം, ഞാനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വരികയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ അടിച്ചമർത്തി, അവരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. ഇസ്ലാമിലെ മറ്റു സ്വഹാബിമാരെല്ലാവരും പരിപൂർണമായി ആ വിഷയത്തിൽ
കൊടുക്കാൻ ഖുർആൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങളിൽ സക്കാത്ത് കൊടുക്കില്ല എന്ന് ചില ഗോത്രങ്ങൾ വാശി പിടിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യും. സ്വഹാബികളിൽ പലർക്കും വിയോജിപ്പുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ആളുകൾ വന്നിട്ട് ചോദിച്ചു, അല്ല അബൂബക്കറെ, താങ്കൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, സക്കാത്ത് കൊടുക്കാത്ത ആളുകളുമായി ഞാൻ യുദ്ധത്തിൽ ഏർപ്പെടും. നിങ്ങൾ നമസ്കാരത്തെയും സക്കാത്തിനെയും വേർതിരിക്കുകയാണോ? അതിനെ രണ്ടിനെയും നിങ്ങൾ രണ്ടായിട്ടാണോ കാണുന്നത്? ഇല്ല, സക്കാത്ത് കൊടുക്കാത്ത ആളുകളുമായി ഞാൻ യുദ്ധത്തിൽ ഏർപ്പെടും. മറ്റൊരു പ്രയോഗം കാണാം. മഹാനായ സിദ്ദീഖുൽ അഅ്സം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒട്ടകത്തെ സക്കാത്ത് കൊടുത്തപ്പോൾ ആ ഒട്ടകത്തിന്റെ കൂടെ ആ ഒട്ടകത്തിന്റെ കുട്ടിയെ, അതല്ലെങ്കിൽ ആ ഒട്ടകത്തെ കെട്ടാനുള്ള കയറുകൂടി നിങ്ങൾ സക്കാത്ത് കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ ഖലീഫയായ ഈ കാലഘട്ടത്തിൽ ഒട്ടകത്തിന്റെ കയറാണ് നിങ്ങൾ എനിക്ക് നിഷേധിക്കുന്നതെങ്കിൽ ആ കയറിന് വേണ്ടി വരെ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു മഹാനായ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇസ്ലാമിൽ സക്കാത്തിന്റെ സ്ഥാനം എവിടെയാണ് സഹോദരങ്ങളെ? നമസ്കാരമുണ്ട്, നാലാമത്തെ നോമ്പുണ്ട്, അതിന്റെ ഇടയിലുള്ള മൂന്നാമത്തെ സക്കാത്തിന്റെ കാര്യം നമ്മിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോവുകയാണ്. മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് ആ മുശ്രിക്കീങ്ങളുടെ രണ്ട് സ്വഭാവമായി ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലദീന ലാ യുതൂന സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കീങ്ങളുടെ രണ്ട് സ്വഭാവം ഖുർആൻ എടുത്ത് പറയുകയാണ്. അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്, പരലോകത്തിൽ വിശ്വസിക്കാത്തവരുമാണ്. അപ്പൊ മുശ്രിക്കീങ്ങളുടെ നാശത്തിന് കാരണമായി രണ്ട് കാരണങ്ങൾ ഖുർആൻ പറഞ്ഞപ്പോൾ, ഒന്നവർ ആഖിറത്തിൽ വിശ്വസിക്കാത്തവരാണ്, മറ്റൊന്നവർ സക്കാത്ത് കൊടുക്കാത്തവരാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ സക്കാത്തിന്റെ സ്ഥാനം എത്രയാണ് എന്ന് വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വരുന്ന ഏതെങ്കിലും ആളുകൾക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്ന്, വീട്ടിൽ നിന്ന് 5, 10, 50, 100, 200, 500, 1000 എടുത്തു കൊടുത്താൽ അത് സക്കാത്താവില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത്. സക്കാത്ത് നിർബന്ധമാകുന്ന 4 ഇനങ്ങളാണുള്ളത്. ഒന്ന് നാണയ സമ്പത്താണ്, മറ്റൊന്ന് കൃഷിയാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ആടുമാടൊട്ടകങ്ങളാണ്, അതുപോലെ മറ്റൊന്ന് നിധിയാണ്. ഈ 4ൽ പെടാത്ത, ഇതിനു പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത, ഇന്ന് വരുമാന മാർഗമായി നമ്മളിൽ എന്തെല്ലാമുണ്ടോ അത് ഏത് സംഗതിയാണെങ്കിലും ഈ 4ൽ ഒന്നിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് അതിന്റെ നിസാബത്തിയാൽ കണക്ക് നോക്കി നമ്മുടെ സമ്പത്തിൽ നിന്ന് കൃത്യമായ സക്കാത്തിന്റെ വിഹിതം നാം കൊടുത്തു വീട്ടേണ്ടത് തന്നെയാണ്. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകൾക്കും കൈകൊള്ളുന്ന അവസ്ഥയാണ്. കാരണം എന്താ? എന്റെ ധനം എന്ന ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ധനം, സമ്പത്ത് എന്റേതല്ല, അത് അള്ളാഹുവിൻ്റെതാണ്. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. വളരെ ചുരുങ്ങിയ കാലയളവിലേക്ക് മാത്രം അത് കൈകാര്യം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമസ്കരിക്കാൻ നമുക്ക് വലിയ ചെലവൊന്നുമില്ല, വെള്ളിയാഴ്ച ജുമാക്ക് വരാൻ വലിയ ചെലവൊന്നുമില്ല. വീട്ടിൽ നിന്ന് നമ്മൾ പള്ളിയിലേക്ക് വരുന്നു, ഒന്നുകിൽ വുളു ചെയ്തു വരുന്നു, അതല്ലെങ്കിൽ പള്ളിയിൽ വന്നാൽ വുളു ചെയ്ത് ഇവിടെ പള്ളിയിനകത്ത് കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ, സുജൂദ് ചെയ്യാൻ നമുക്ക് പൈസ മുടക്കൊന്നുമില്ല. നോമ്പെടുക്കാൻ നമുക്ക് വലിയ സാമ്പത്തിക ചെലവൊന്നുമില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് നാം നൽകേണ്ടതാണ്. അത് കൊടുക്കാൻ പ്രയാസമുണ്ടാകുന്നത് എപ്പോഴാണ്? സമ്പത്ത് എന്റേതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്. സമ്പത്ത് എന്റേതല്ല, അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹുവാൻ. വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രം അത് കൈകാര്യം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ സക്കാത്ത് കൊടുക്കാൻ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. സക്കാത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണം ഉണ്ടാവുക. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്, വളർച്ച എന്നാണ്, സംസ്കരണം എന്നാണ്. നമ്മുടെ സമ്പത്തിനെ എങ്ങനെയാണ് നമ്മൾ സംസ്കരിക്കുക, എങ്ങനെയാണ് ശുദ്ധീകരിക്കുക, എങ്ങനെയാണ് നമ്മുടെ സമ്പത്തിൽ വളർച്ച ഉണ്ടാവുക? റമദാനിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ശുദ്ധീകരിക്കുന്നു. നമസ്കാരത്തിലൂടെ നമ്മുടെ ശരീരം അകവും പുറവും നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് സക്കാത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്. അല്ലാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സക്കാത്തായി കൊടുത്താൽ ഫൗലായിക ഹുമുൽ മുദഇഫൂൻ, അക്കൂട്ടരാണ് ഇരട്ടി ഇരട്ടി സമ്പാദിക്കുന്നവർ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നാം സക്കാത്ത് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല, കൊടുക്കുന്തോറും വർദ്ധിക്കുകയാണ്. എങ്ങനെയാണ് വർദ്ധിക്കുക? എങ്ങനെയാണ് സമ്പത്തിൽ വളർച്ച ഉണ്ടാവുക? എങ്ങനെയാണ് വർധനവുണ്ടാവുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ നിന്റെ സമ്പത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകുന്നു, അഭിവൃദ്ധി നൽകുന്നു, വർധനവ് നൽകുന്നു, നിന്റെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കി തരുന്നു. മാത്രമല്ല, നൽകുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാ ദിവസവും ആകാശ ലോകത്ത് നിന്ന് ഒരു മലക്കിറങ്ങി വരികയാണ്. എന്നിട്ട് ആ മലക്ക് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദി ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ വയഖൂലു അൽ-ആഖർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. ഡെയിലി രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്ന രണ്ട് മലക്കുകളും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നൽകും. ഒരു മലക്ക് വന്നിട്ട് പറയും, അല്ലാഹുവേ, ചിലവഴിക്കുന്നവരെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ, അവരെ നീ ഇരട്ടിയാക്കി കൊടുക്കണേ, അവരെ വീണ്ടും വീണ്ടും നീ വർദ്ധിപ്പിക്കണേ, പകരം കൊടുക്കണേ എന്ന് ഒരു മലക്ക് പ്രാർത്ഥിക്കുമ്പോ രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവന് നീ നാശം ഉണ്ടാക്കണേ. മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത്. നാം നൽകുമ്പോൾ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വർദ്ധിപ്പിച്ചു തരികയാണ്. ഇനി പരലോകത്ത് ചെല്ലുമ്പോഴോ ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്നത് ചെറുതായിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തസദ്ദഖ ബിഅദലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബ വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ ഫഇന്നല്ലാഹ യഖ്ബലുഹാ ബിയമീനിഹി സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹി കമാ യുറബ്ബി അഹദുകും ഫിൽ വദ് ഹത്താ യകൂന മിസ്ലൽ ജബലി. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് എത്ര ചെറുതായിക്കോട്ടെ, ഒരു കാരക്കയോളമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നൽകിയത് ത്വയ്യിബായ വിശിഷ്ടമായ സമ്പാദ്യമാണെങ്കിൽ അല്ലാഹു അവന്റെ വലം കൈ കൊണ്ട് അത് സ്വീകരിക്കുന്നു, അതിനെ പരിപോഷിപ്പിക്കുന്നു. നിങ്ങളിൽ ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ പോറ്റി വളർത്തുന്നത് പോലെ അങ്ങനെ അതിനെ പരിപോഷിപ്പിച്ച് നാളെ പരലോകത്ത് വരുമ്പോൾ പർവ്വത സമാനമായ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അത് തിരിച്ചു തരും. ദുനിയാവിൽ നിന്റെ സമ്പത്ത് വർദ്ധിക്കുന്നു, ആഖിറത്തിൽ പർവ്വത സമാനമായ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ സമ്പത്തിന് പ്രതിഫലം നൽകുകയാണ്. ഇങ്ങനെ സക്കാത്ത് നൽകുമ്പോൾ ദുനിയാവിലും ആഖിറത്തിലും അവന്റെ സമ്പത്തിന് വളർച്ച ഉണ്ടാവുകയാണ്, വർധനവ് ഉണ്ടാവുകയാണ്. അതുപോലെ ശുദ്ധീകരണം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ശുദ്ധീകരണം ഉണ്ടാകുന്നത്? എന്റെ സമ്പത്തിൽ നിർബന്ധദാനമായ സക്കാത്ത് നാം മനസ്സിലാക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ധനികൻ നൽകുന്ന ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ അവകാശമാണ്. എന്റെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്തിന്റെ വിഹിതം ഞാൻ കൊടുത്തു വീട്ടുമ്പോൾ മാത്രമാണ് എന്റെ സമ്പത്തിൽ ശുദ്ധീകരണം ഉണ്ടാവുക. അത് ഞാൻ കൊടുക്കുന്നില്ലെങ്കിൽ എന്റെ സമ്പത്ത് ഹലാലാകുന്നില്ല. അതിൽ പാവപ്പെട്ടവന്റെ ഹക്ക് കടന്നുകൂടി എന്റെ സമ്പത്ത് ഹറാമായി. നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണം സഹോദരങ്ങളെ നമുക്ക് ആവശ്യമില്ലേ? അതുകൊണ്ട് നമ്മളെല്ലാം
സമ്പത്ത് അത് കൃത്യമായി ഓരോന്നിനും ഇത്ര കണക്ക് പറയുന്നുണ്ട് ഇസ്ലാം. അതിന്റെ നിസാബെത്തിയാൽ അത് കൃത്യമായി ഞാനും നിങ്ങളും കണക്ക് നോക്കി സകാത്ത് കൊടുക്കേണ്ടവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മല്ലം യുസക്കി ഫലാ സ്വലാത്ത ലഹു. നിസാബെത്തിയിട്ട് ഒരാൾ സകാത്ത് കൊടുത്തില്ലെങ്കിൽ അവന് നമസ്കാരം ഇല്ലാതാണ്. അവൻ സകാത്ത് കൊടുക്കാത്തവന്റെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം എന്നിങ്ങനെ ചേർത്തല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരം ശരിയാകണമെങ്കിൽ നിസാബ് എത്തിയിട്ടുണ്ടോ സക്കാത്തിന്റെ വിഹിതം അത് കൊടുത്തു വീട്ടിയാലല്ലാതെ അവന്റെ നമസ്കാരം പോലും ശരിയാവില്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാർ ആരാണെന്ന് അറിയുമോ? ശരിക്കും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറയാൻ, ഫൈൻ താബു വഅഖാമു സ്വലാത വആതവു സകാത ഫഇഖ്വാനുകും ഫിദ്ദീൻ. ഇനി അവർ തൗബ ചെയ്താൽ, അവർ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, അവർ സകാത്ത് കണക്ക് നോക്കി കൃത്യമായി കൊടുത്തു വീട്ടിയാൽ, ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവരാണ് മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാർ. അപ്പൊ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാർ ആരാണ്? സക്കാത്ത് കൊടുക്കുന്നവരാണ്. ഇനി നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമാ വലിയുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളുടെ വലിയാണ്, അല്ലാഹു നിങ്ങളുടെ രക്ഷാധികാരിയാണ്, അല്ലാഹു നിങ്ങളുടെ മിത്രമാണ്. അല്ലാഹു മാത്രമല്ല വറസൂലുഹു, അവന്റെ റസൂലും നിങ്ങളുടെ വലിയാണ്, നിങ്ങളുടെ മിത്രമാണ്. അല്ലാഹു അവന്റെ റസൂലും മാത്രമല്ല വല്ലദീന ആമനു, വിശ്വാസികളും നിങ്ങളുടെ വലിയാണ്, നിങ്ങളുടെ മിത്രമാണ്. എങ്ങനെയുള്ള വിശ്വാസികൾ? അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത്, നമസ്കരിക്കുന്ന സകാത്ത് കൊടുക്കുന്ന വിശ്വാസികളും നിങ്ങളുടെ മിത്രങ്ങളാണ്. ആരാണ് നമ്മുടെ മിത്രം? നമസ്കരിക്കുന്നവരും സകാത്ത് കൊടുക്കുന്നവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സകാത്ത് കമ്മിറ്റികളുണ്ട്, പള്ളികളെ കേന്ദ്രീകരിച്ച് സകാത്ത് സെൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താ കാരണം? സകാത്ത് കൊടുക്കേണ്ടത് സംഘടിതമായിട്ടാണ്, ഒറ്റക്കൊറ്റക്കല്ല. ഞാൻ എന്റെ സമ്പത്തിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നാളെ പിറ്റേന്ന് ആ വ്യക്തി എന്നെ കാണുമ്പോൾ എന്നോടൊരു വിധേയത്വം ഉണ്ടാകും. അത് ഉണ്ടാകാൻ പാടില്ല. ഞാൻ കൊടുക്കുന്നത് എന്റെ ഔദാര്യമല്ല, ആ വാങ്ങുന്ന പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതുകൊണ്ട് എന്നെ കാണുമ്പോൾ എന്റെ മുന്നിൽ അവൻ തലകുനിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, എന്റെ മുന്നിൽ ഓച്ചാരിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. സമ്പന്നരായ ആളുകളിൽ നിന്ന് അത് ശേഖരിച്ച് ദരിദ്രരായ ആളുകൾക്കിടയിൽ സകാത്ത് സെല്ല് വഴി അത് വിതരണം നടക്കേണ്ടതുണ്ട്. സകാത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. 8ഓളം വിഭാഗത്തെ ഖുർആൻ എണ്ണി പറഞ്ഞു. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബ് വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീഖതൻ മിനല്ലാഹ്. 8 വിഭാഗങ്ങൾ എണ്ണി പറഞ്ഞു. ഇത് അല്ലാഹുവിൽ നിന്നുള്ള നിർബന്ധമായ കാര്യമാണ്. അതിൽ മൂന്നാമത്തേതായി ഖുർആൻ പറഞ്ഞത് വൽ ആമിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആമിലാണ്, തൊഴിലാളിയാണ്, അതിന്റെ ഉദ്യോഗസ്ഥനാണ്. സംഘടിതമായി കൊടുക്കണം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് തന്നെയാണ്. സംഘടിതമായിട്ട് അത് നൽകണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സക്കാത്ത് സെല്ലുകൾ ഇന്ന് ഒട്ടുമിക്ക പള്ളികളെയും മഹല്ലുകളെയും കേന്ദ്രീകരിച്ച് നടന്നു വരുന്നുണ്ട്. പക്ഷേ പല മഹല്ലുകളിലും ഇന്നുമില്ല. ഏതെങ്കിലും ഒരു മഹല്ലിൽ ഒരു പാവപ്പെട്ടവരുണ്ടെങ്കിൽ ആ മഹല്ലിന്റെ ലെറ്റർ പേഡിൽ ഒരു കത്തും കൊടുത്ത് ഈ കത്തുമായി വരുന്ന ആള് സക്കാത്തിന് അർഹനാണ്, അതുകൊണ്ട് നിങ്ങളുടെ സക്കാത്ത് കമ്മിറ്റിയിൽ നിന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു വിട്ട് ഈ കത്തുമായി ഉള്ള പള്ളിയെല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ പാവപ്പെട്ടവൻ എന്റെ മഹല്ലിൽപ്പെട്ടവനാണ്, ഈ മഹല്ലാണ് അവനെ പരിഗണിക്കേണ്ടത്. കത്ത് കൊടുത്ത് മറ്റു മഹല്ലിലേക്ക് അയക്കുകയല്ല, യാചനയ്ക്ക് വേണ്ടി പറഞ്ഞുവിടുകയല്ല. നേരെ മറിച്ച് എന്റെ മഹല്ലിൽ ദരിദ്രനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്തണം, അദ്ദേഹത്തിന് ആവശ്യം അറിയണം. ആ ആവശ്യം പരിഹരിക്കാനുള്ളത് സക്കാത്തിന്റെ മുതലിൽ നിന്ന് ആ വ്യക്തിക്ക് നൽകി അങ്ങനെ സക്കാത്ത് വാങ്ങാത്തൊരവസ്ഥയിലേക്ക്
ആ ദരിദ്രരായ മനുഷ്യരെ ധന്യരാക്കി കൊണ്ടുവരിക. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച സക്കാത്ത് സിസ്റ്റം എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മുടെ പള്ളി കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. ഇനി പള്ളി കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടതാരാ? അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടതാരാ? കമ്മിറ്റി വിളിക്കുമ്പോൾ മാത്രം പള്ളിയിൽ വരുന്ന ആളുകളല്ല. എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോ, ആവശ്യം വരുമ്പോ, പെരുന്നാൾ വരുമ്പോ, നോമ്പ് വരുമ്പോ, പൊതുയോഗം വരുമ്പോ, പ്രത്യേകമായ എക്സിക്യൂട്ടീവ് വിളിക്കുമ്പോ മാത്രം പള്ളിയിൽ വരുന്ന ആളുകളാകരുത്. പള്ളി പരിപാലക കമ്മിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നവർ പിന്നെ അവർ എങ്ങനെയുള്ളവരായിരിക്കണം? ഖുർആൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. തീർച്ചയായും അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടവർ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണ്, ആഖിറത്തിൽ വിശ്വാസമുള്ളവരാണ്, നമസ്കാരം നിർവഹിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്. അല്ലാഹുവിനല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കുക, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക. ഈ ക്വാളിറ്റിയുള്ള ആളുകളാണ് പള്ളി കമ്മിറ്റിയിൽ വരേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇനി പള്ളി കമ്മിറ്റിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്, പ്രത്യേകിച്ച് സക്കാത്ത് കമ്മിറ്റിക്ക്. ഞാൻ ഇവിടുത്തെ സക്കാത്ത് കമ്മിറ്റിയുടെ ഒരു മെമ്പറാണെങ്കിൽ, അതല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ആണെങ്കിൽ, ഒരാൾ എന്റെ അടുക്കൽ വന്ന് അയാളുടെ സക്കാത്തിന്റെ വിഹിതം, അയാളുടെ ബാങ്ക് ബാലൻസ്, അയാളുടെ കച്ചവടത്തിന്റെ, അയാളുടെ കൃഷിയുടെ, അയാളുടെ ആഭരണത്തിന്റെ നിസാബ് എത്തിയാൽ, കണക്കെത്തിയാൽ ഇത്ര പെർസെന്റേജ് ഇതാ സക്കാത്തിന്റെ വിഹിതം എന്റെ സക്കാത്താണെന്ന് പറഞ്ഞ് സക്കാത്ത് കമ്മിറ്റിയിൽ വന്ന് കമ്മിറ്റിക്കാരെ കണ്ട് ആ സക്കാത്ത് ഇവിടെ ഏൽപ്പിക്കുമ്പോ കമ്മിറ്റി ആ വ്യക്തിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. പ്രവാചകനോട് പറയാ, നബിയേ ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം സ്വീകരിക്കുക. അത് അവരെ ശുദ്ധീകരിക്കുന്നതാണ്, അവരെ സംസ്കരിക്കുന്നതാണ്. എന്നിട്ടോ വസല്ലി അലൈഹിം, അവരുടെ മേൽ നീ പ്രാർത്ഥിക്കുക. സുബ്ഹാനല്ലാഹ്. ഇന്ന സ്വലാതക സകനുൻ ലഹും, തീർച്ചയായും നിന്റെ പ്രാർത്ഥന അവർക്ക് ആശ്വാസമാണ്, അവർക്ക് സമാധാനമാണ്. സക്കാത്ത് നൽകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സക്കാത്ത് കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് സക്കാത്തിന്റെ വിഹിതം ഒരു വ്യക്തി ഏൽപ്പിക്കുമ്പോ അവരുടെ പേരിൽ റെസീറ്റ് അങ്ങനെ എഴുതി കൊടുക്കുമ്പോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ട് നിങ്ങൾ വിടണം. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിർമ്മിതമായ പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്തിന്റെ വിഹിതം നൽകിയെങ്കിൽ അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, നിന്റെ സമ്പത്തിൽ വർധനവ് നൽകട്ടെ. സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒരു മര്യാദ കൂടി സക്കാത്ത് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം. അതല്ലാതെ ഇത്രയേ ഉള്ളൂ, അയാൾ പോയി കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അയാൾ തന്നതിനേക്കാളും കുറവാണല്ലോ, ഇപ്പൊ സക്കാത്ത് കൊടുക്കാൻ മടിയായി തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിശുക്ക് കൂടിയിട്ടുണ്ടാവും. ഇങ്ങനെ പെറുപിറുക്കേണ്ടവരല്ല സക്കാത്ത് കമ്മിറ്റി. മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി ഒരു സക്കാത്ത് കമ്മിറ്റിക്ക് കഴിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് സക്കാത്ത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? വിജയമാണോ? എവിടത്തെ വിജയം? ആഖിറത്തിലെ വിജയം. പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് വിജയിക്കണം. ആരാണ് വിജയികൾ? നമ്മൾ നിസ്കരിക്കുന്നതിനാണ്, പരലോകത്ത് രക്ഷപ്പെടാനാണ്. നോമ്പെടുക്കുന്നതിനാണ്, പരലോകത്ത് രക്ഷപ്പെടാനാണ്. ആരാണ് രക്ഷപ്പെടുന്നത്? ഖുർആനിൽ വരച്ചാൽ വിശുദ്ധ ഖുർആനിൽ മുഅ്മിനൂൻ, സൂറത്തുൽ മുഅ്മിനൂൻ, ഖുർആനിലെ 23-ാം അധ്യായം, സത്യവിശ്വാസികൾ എന്ന പേരിൽ ഒരു അധ്യായം കാണാം. അവിടെ ഖുർആൻ പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അവ സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചു, സംശയമില്ല. ആദ്യം തന്നെ അല്ലാഹു ഉറപ്പിച്ചു പറഞ്ഞു, പ്രഖ്യാപിച്ചു. എന്നിട്ട് അതിന്റെ കാരണം, വിജയിക്കാനുണ്ടായ കാരണം ശേഷം ഖുർആൻ എണ്ണി എണ്ണി പറയാൻ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തി ഉള്ളവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന്, മോശമായ സംഗതികളിൽ നിന്ന് അവർ തിരിഞ്ഞു നടക്കുന്നവരാണ്. വല്ലദീന ഹും ലിസകാത്ത്
സകാത്തി ഫാഇലൂൻ. അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. അപ്പൊ ആരാ വിജയികൾ? സക്കാത്ത് കൊടുത്താൽ അവൻ വിജയിച്ചു. സക്കാത്ത് കൊടുക്കുന്നവരാണ് വിജയികൾ. അവരാണ് സ്വർഗത്തിൽ. ആരാ സ്വർഗത്തിൽ പോവുക? നോക്കി നിങ്ങൾ ഖുർആൻ പറയാ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വഅയൂൻ. തീർച്ചയായും മുത്തഖീങ്ങൾ സ്വർഗീയ പൂന്തോപ്പുകളിലാണ്, ആ സ്വർഗീയ അരുവികളിലാണ്. ആഖിരീന മാ ആതാഹും റബ്ബുഹും. അവരെ രക്ഷിതാവ് അവർക്ക് നൽകിയതെല്ലാം അവരിങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. തീർച്ചയായും അവർ അതിനു മുമ്പ് മുഹ്സിനീങ്ങളാണ്, സുഹൃതം ചെയ്തവരാണ്. എന്തൊക്കെയാണ് അവർ ചെയ്തത്? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രി വളരെ കുറച്ച് മാത്രമേ അവർ ഉറങ്ങാറുള്ളൂ. എന്താണ് അവർ ചെയ്യുന്നത്? എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ വബിലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അല്ലാഹുവിനോട് അവർ പാപമോചനം തേടുകയാണ്. മാത്രമല്ല വഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിലുണ്ട് ഹഖ്ഖുൻ, ആ സമ്പത്തിന്റെ അവകാശം ലിസാഇലി വൽ മഹ്റൂം. ഉപജീവന മാർഗം തടയപ്പെട്ടവരും ചോദിച്ചു വരുന്നവരും അവരുടെ സമ്പത്തിൽ നിന്നുള്ള ഹഖ്, നിർബന്ധ ബാധ്യത, സക്കാത്തിന്റെ വിഹിതം അവർ കൊടുത്തു വിട്ടുന്നവരാണ്. സക്കാത്ത് കൊടുക്കുന്നവർക്കാണ് സ്വർഗ്ഗമുള്ളത്. അതൊരിക്കലും ധനികന്റെ ഔദാര്യമല്ല, പാവപ്പെട്ടവന്റെ ഹക്കാണ്, പാവപ്പെട്ടവന്റെ അവകാശമാണ്. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ നമ്മൾ എവിടെയാ എത്തുക? ഖുർആൻ പറയുന്നത് സ്വർഗത്തിലേക്ക് നരകത്തിലേക്കെല്ലാം വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോ സ്വർഗവാസികൾ വന്നിട്ട് നരകവാസികളെ കുറിച്ച് ഒരു അന്വേഷണം നടത്തും. ഖുർആൻ പറയുന്നുണ്ട്, അരിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കുറിച്ച് അവരിതാ അന്വേഷിക്കുകയാണ്. മാ സലക്കകും ഫീ സഖർ, നിങ്ങളെ ഈ സഖറിൽ അഥവാ നരകത്തിൽ പ്രവേശിപ്പിക്കാനുണ്ടായ കാരണം എന്താ? നിങ്ങൾ എന്താണ് നരകവാസികളെ ഈ നരകത്തിലെത്താൻ കാരണം? ഖാലു, അവർ മറുപടി പറയുകയാണ്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവങ്ങൾക്ക് തിന്നാൻ കൊടുത്തില്ല. പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ നിന്നെ കാത്തിരിക്കുന്നത് നരകമാണ്. പരലോകത്ത് വല്ലാതെ വിയർക്കേണ്ടി വരും. പരലോകത്ത് മാത്രല്ല, ഇവിടെയും വിയർക്കേണ്ടി വരും. എത്ര ഇപ്പൊ ചൂട്! ഓരോ ജില്ലയിലും ചൂടെത്ര? 39.ആണ്. ഈ കഠിനമായ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ പറയാ, മാ മനഅ ഖൗമുൻ അസ്സകാത ഇല്ലാ തലാഹുല്ലാഹു ബിസ്സനീൻ. സകാത്ത് കൊടുക്കാതിരുന്നാലുള്ള ദുനിയാവിലെ ശിക്ഷകളെ പറ്റി ശരിക്കും നിങ്ങൾ പഠിച്ചോ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ക്ഷാമവർഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കാതിരിക്കില്ല. സകാത്ത് കൊടുക്കാതിരുന്നാൽ നിങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടാവും, സാമ്പത്തിക മാന്ദ്യങ്ങൾ വരും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. മറ്റൊരു വിഷയം എന്താ? വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. നിങ്ങൾ സകാത്ത് കൊടുക്കാതിരുന്നാൽ ആകാശത്തു നിന്നുള്ള മഴത്തുള്ളികൾ അല്ലാഹു നിങ്ങൾക്ക് തടഞ്ഞു വെക്കുന്ന. സുബ്ഹാനല്ലാഹ്. ഒരു വേനൽ മഴ ആഗ്രഹിക്കാത്ത കൊതിക്കാത്ത ഏത് മനുഷ്യനുള്ള ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലാഹു മഴ തടഞ്ഞു വെക്കും നിങ്ങൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ. ദുനിയാവിലെ ശിക്ഷയാണ് ഈ പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയാ, വലൗലൽ ബഹാഇമു ലം യുംതറൂ. ഇവിടെ നാൽക്കാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടൂലായിരുന്നു. അപ്പൊ ഇവിടെ ഇടയ്ക്കൊക്കെ മഴ കിട്ടുന്നത്, നമുക്ക് വെള്ളം കിട്ടുന്നത് നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല, എന്റെയും നിങ്ങളുടെയും സ്വഭാവ മഹിമ കൊണ്ടല്ല, നമ്മുടെ നന്മയുടെ ആധിക്യം കൊണ്ടല്ല. കന്നാലികൾ നാൽക്കാലികൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടൂലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതാണ് ഒരു കവി പാടിയ വാചകമുണ്ട്, ലൗലാ ശയൂഖുൽ ലില്ലാഹി റുകാഉ വസിബിയത്തുൻ മിനൽ യതാമാ റുകാഉ വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുതാഉ സുബ്ബ അലൈകുമുൽ അദാബുൽ ഔജഉ. അല്ലാഹുവിനെ റുകൂഅ ചെയ്യുന്ന വൃദ്ധന്മാർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മരുഭൂമിയിൽ അവഗണിക്കപ്പെട്ട് മേഞ്ഞു നടക്കുന്ന ആടവാടൊട്ടകങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മുല കുടിക്കുന്ന പിഞ്ചു പൈതങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, മനുഷ്യ സമൂഹമേ എന്ന് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടുമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളൊക്കെ ഇവിടെ
വലിയ തട്ടില്ലാതെ വലിയ മുട്ടില്ലാതെ ജീവിച്ചു പോകുന്നത് ഇങ്ങനെ ചില ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് എന്റെ നിങ്ങളുടെ ക്വാളിറ്റി കൊണ്ടാണെന്ന് ഒരിക്കലും അഹങ്കരിക്കരുത്. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കും. ഇനി പരലോകത്ത് വന്നാലും അവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയതവഖൂന മാ ബഖലൂ ബിഹി യൗമൽ ഖിയാമ. ഖുർആനിലെ 3-ാം അധ്യായം 180-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയിട്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി പിശുക്ക് കാണിച്ച് സമ്പാദിക്കുന്ന ആളുകൾ അത് ഖൈറാണെന്ന് കരുതണ്ട, നിങ്ങൾക്കത് ശർറാണ്. ഖിയാമത്ത് നാളിൽ അത് കരുത്താവരണമാക്കപ്പെടുന്നതാണ്. എങ്ങനെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, മൻ ആതാഹുല്ലാഹു മാല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സമ്പത്ത് നൽകി, ഫലം യുഅദ്ദി സകാതഹു, ആ സമ്പത്തിൽ നിർബന്ധമായ സക്കാത്തിന്റെ വിഹിതം അവന് കൊടുത്തു വീട്ടിയില്ല എങ്കിൽ മുസ്ലില ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് വേണ്ടി രൂപപ്പെടുത്തപ്പെടും ശുജാഅൻ അഖ്റഅ, ഉഗ്ര വിഷമുള്ള ഒരു കാളസർപ്പം, ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ് അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. അഥവാ അവന് ഏതാണോ സക്കാത്ത് കൊടുക്കാതിരുന്ന മുതല്, അവന്റെ ബാങ്ക് ബാലൻസ് ആണോ, അവന്റെ നീക്കിയിരിപ്പാണോ, അവന്റെ ആഭരണമാണോ, അവന്റെ കൃഷിയാണോ, അവന്റെ ബിസിനസ് ആണോ, അവന് നിധിയായി കിട്ടിയതാണോ, അവന്റെ കാര്യസമ്പത്താണോ, ഏത് മുതലാണോ സക്കാത്ത് കൊടുക്കാതിരുന്നത് ആ മുതലിനെ അല്ലാഹു സർപ്പമാക്കി മാറ്റും. ശുജാഅൻ അഖ്റഅ, ഉഗ്ര വിഷമുള്ള ഒരു കാളസർപ്പം. എന്നിട്ട് പ്രവാചകൻ പറയാൻ, ലഹു സബീബത്താനി, ഉണക്കമുന്തിരിക്ക് സമാനമായ 2 കണ്ണുകൾ അതിനുണ്ടായിരിക്കും. യുതവഖഉ യൗമൽ ഖിയാമ, എന്നിട്ട് അവന്റെ കഴുത്തിൽ ഒരു ആഭരണമായിട്ട് അങ്ങോട്ട് ഇട്ടു കൊടുക്കും, അവന്റെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കും. ഇനി നമ്മൾ ആലോചിക്കും, നാം സക്കാത്ത് കൊടുക്കാതിരുന്ന മുതല് നാളെ വലിയൊരു സർപ്പമായി എന്റെയും നിങ്ങളുടെയും കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന ആ രംഗത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവരും. സഹോദരിമാരെ, നിങ്ങളുടെ ആഭരണത്തിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അണിഞ്ഞ ആഭരണങ്ങളുടെ സ്ഥാനത്ത് നാളെ വലിയ ഒരു സർപ്പമാണെങ്കിൽ, എന്നിട്ടോ പ്രവാചകൻ പറയുകയാണ്, അതവരുടെ കഴുത്തിൽ കിടന്നുകൊണ്ട് അവരുടെ നെറ്റിയിൽ, അവരുടെ കണ്ണിൽ, അവരുടെ മൂക്കിൽ, അവരുടെ കവളത്ത്, അവരുടെ ചുണ്ടിൽ, അവരുടെ കഴുത്തിൽ, അവരുടെ ശരീരമാസകലം ആ പാമ്പിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോ സുമ്മയക്കൂരു, ആ സർപ്പം വിളിച്ചു പറയും, അനമാലുക്ക അനകൻസുക്ക, ഞാൻ നിന്റെ നിധിയാൻ, ഞാൻ നിന്റെ നിക്ഷേപമാണ്, ഞാൻ നിന്റെ ആഭരണമാണ്, ഞാൻ നിന്റെ ബാങ്ക് ബാലൻസാണ്, ഞാൻ നിന്റെ സക്കാത്ത് കൊടുക്കാതിരുന്ന മുതലാൽ എന്നിങ്ങനെ ആ സർപ്പം വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗം വിശദീകരിച്ചിട്ട് അതിന് ഉപോത്ബലകമായി സൂറത്ത് ആൽ ഇംറാനിന്റെ 180-ാമത്തെ ആയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഓതിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് ശിക്ഷയുടെ ഒരു രൂപമാണെങ്കിൽ, രണ്ടാമത്തെ രൂപം ഞാൻ വിശദീകരിക്കുന്നില്ല, ചുരുക്കി പറയാം. സക്കാത്ത് കൊടുക്കാതിരുന്ന മുതലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകിട് രൂപത്തിലാക്കുമെന്നാണ്. തകിട് രൂപത്തിലാക്കും. എന്നിട്ട് ആ തകിടിനെ അല്ലാഹു നരകത്തിലേക്ക് ഇടും. നരകത്തീയിലിട്ട് അതിങ്ങനെ ചുട്ടുപഴിപ്പിച്ച് നമ്മുടെ ശൈലിയിൽ പറഞ്ഞാൽ കാച്ചി പഴിപ്പിച്ചെടുക്കുന്ന ദിവസം. ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും. അതിങ്ങനെ തകിട് രൂപത്തിലാക്കി നരകത്തിലിട്ട് കാച്ചിപ്പഴിപ്പിച്ചെടുത്തിട്ട് ശരീരമാസകലം അതുകൊണ്ട് പൊള്ളിക്കുമെന്നാണ്. അതിന്റെ ചൂട് കുറയുമ്പോൾ വീണ്ടും നരകത്തിലിടുന്നു, വീണ്ടും ചൂട് വെക്കുന്നു. ഇതാണ് സക്കാത്ത് കൊടുക്കാതിരുന്നാൽ നാളെ പരലോകത്ത് നേരിടേണ്ടി വരുന്ന ശിക്ഷയുടെ രണ്ടാമത്തെ രൂപമെന്ന് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ എന്റെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടണം. പാവപ്പെട്ടവന്റെ അവകാശമായ ആ സക്കാത്തിന്റെ വിഹിതം, അതിന്റെ നിസാബെത്തിയാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മൾ പരിശോധിക്കുക, എത്രയുണ്ട്. നമ്മുടെ കച്ചവടമാണെങ്കിൽ നമ്മുടെ ഒരു വർഷത്തെ നമ്മൾ കണക്കെടുക്കുക. ആ ഒരു വർഷത്തെ അത്യാവശ്യ ചെലവുകൾ കഴിച്ച്, അത്യാവശ്യ ചെലവാണ്, അനാവശ്യ ചെലവല്ല, അടിച്ചു പൊളിച്ച് തീർത്തതല്ല, ട്രിപ്പ് പോയതല്ല, ടൂർ പോയതല്ല, ആർഭാടത്തിന് വേണ്ടി ചെലവാക്കിയതല്ല, അത്യാവശ്യ ചെലവ്, വീട്, വാഹനം, അതിന്റെ മെയിൻ്റനൻസ്, മക്കളുടെ വിദ്യാഭ്യാസം, ഹോസ്പിറ്റൽ
ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ, ഭക്ഷണം, ഭാര്യയുടെ വസ്ത്രം, മക്കളുടെ വസ്ത്രം, ഇങ്ങനെ അത്യാവശ്യ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നിന്റെ കയ്യിൽ മിച്ചം വരുന്നുണ്ടോ? ആ മിച്ചം വരുന്നത് 590 ഗ്രാം വെള്ളിയുടെ നിസാബ് നീ കണക്ക് കൂട്ടണം. ഇന്നത്തെ 1 ഗ്രാം വെള്ളിയുടെ വില എന്ന് പറയുന്നത് 82 ഉറുപ്പിയാണ്. 590 ഗ്രാം വെള്ളി എന്ന് പറയുമ്പോൾ 48,380 രൂപയാണ്. ഇത്രയും നിന്റെ കയ്യിൽ ബാലൻസ് ഉണ്ടോ? നീ സക്കാത്ത് കൊടുത്തിരിക്കണം. അല്ലാണ്ട് എന്റെ കോടിയൊന്നുമില്ല, എന്റെ ലക്ഷങ്ങളൊന്നുമില്ല, അത് വലിയ സമ്പന്നമാര് എന്ന് പറഞ്ഞ ഒരാൾ കൂടി വാവണ്ട. നിന്റെ ബാങ്ക് ബാലൻസ് എല്ലാം നീ പരിശോധിക്കണം. നിന്റെ ബിസിനസ്, ആ ബിസിനസ് ചെയ്യുന്ന നീ ചിലപ്പോൾ നീ ഒരു പലചരക്ക് കച്ചവടക്കാരനായിരിക്കാം, ചിലപ്പോ ഒരു തടിമല്ല് നടക്കുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാകാം. എന്റെ ബാലൻസ് അല്ലെങ്കിൽ എനിക്ക് ഇത്ര വരുമാനം, അതിന്റെ ഇത്ര ശതമാനം കൊടുത്താൽ മാത്രം പോരാ. നേരെ മറിച്ച് നീ നിന്റെ സ്റ്റോക്കിൽ ഇപ്പൊ എത്രയാണെന്ന് മൊത്തം കണക്ക് കൂട്ടണം. നിന്റെ കടയിലിരിക്കുന്ന മുഴുവൻ സാധനങ്ങൾക്കും നീ വിലയിടണം. എന്നിട്ട് ഒരു വർഷത്തെ മുഴുവൻ വരവ് ചെലവ് കണക്കുകൾ എടുക്കണം. എന്നിട്ട് അതിൽ നിനക്ക് കടമുണ്ടോ, കടമുള്ളത് കിഴിക്കണം. എന്നിട്ട് ബാക്കിയുള്ളതിന്റെ 2.5% അത് കൃത്യമായി പാവപ്പെട്ടവന്റെ അവകാശമാണ്. ആർക്കെങ്കിലും കൊണ്ട് കൊടുത്താൽ പോരാ, സക്കാത്ത് കമ്മിറ്റിക്ക് തന്നെ കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. അപ്പൊ എന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവരുണ്ടല്ലോ, 2.5 സക്കാത്ത് കൊടുക്കുന്നുള്ളൂ, ബാക്കി 97 നിന്റെ കയ്യിലെ അതിൽ എടുത്ത് കൊടുത്തോ കുടുംബത്തിലെ പാവപ്പെട്ടവന്. അല്ലെങ്കിൽ നിന്റെ 10 ലക്ഷം രൂപ ബാക്കിയുണ്ടെന്ന് വിചാരിക്ക, 2 ലക്ഷം രൂപ കുടുംബത്തിലുള്ളവർ കൊടുത്ത് ബാക്കി 8 ആ 8 സക്കാത്ത് കൊടുക്ക്. അല്ലാണ്ട് സക്കാത്തിന്റെ വിഹിതം തന്നെ അത് കമ്മിറ്റിക്ക് കൊടുക്കാതെ എന്റെ കുടുംബത്തിൽ അവിടെ 5000 ഇവിടെ 10000 അങ്ങനെ കൊടുക്കാനുള്ളതല്ല സക്കാത്ത്. അത് സംഘടിതമായി തന്നെ നൽകേണ്ട ഇസ്ലാമിലെ വളരെ ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഇങ്ങനെ ഓരോന്നിനും നമ്മൾ നിസാബ് നോക്കണം. സ്വർണ്ണത്തെ കുറിച്ച് സ്വഹാബത്തിന്റെ കാലം മുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയമാണ്. പൊതുവെ ഫിഖ്ഹി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായം 10.5 പവനുണ്ടെങ്കിൽ അതിന്റെ നിസാബായി എങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നാണ്. 10.5 പവൻ എന്ന് പറയുമ്പോൾ ഏകദേശം 84 ഗ്രാം, ടോട്ടൽ 84 ഗ്രാമാണ് 10.5 പവൻ. സ്വർണത്തിന്റെ നിസാബായി പറയുന്നത് 85 ഗ്രാമാണ്. ഇന്നത്തെ വില അനുസരിച്ച് 1 ഗ്രാമിന് 6135 രൂപയാണ്. 85 ഗ്രാം എന്ന് പറയുമ്പോൾ 5,21,475. അപ്പൊ ഈ 10.5 പവൻ നമുക്ക് നിസാബായിട്ട് പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് വേറൊരു അഭിപ്രായം. കാരണം എന്താ? വെള്ളിയുടെ 590 ഗ്രാം വെള്ളിയുടെ നിസാബ് തന്നെയാണ് സ്വർണത്തിനും കണക്കാക്കേണ്ടത് എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. കാരണം എന്താ? പ്രവാചകൻ എന്ന് പറയുമ്പോ 20 ദീനാറാണ്. 20 ദീനാറും 590 ഗ്രാം വെള്ളിയും ഏകദേശം അതിന്റെ മൂല്യം നോക്കുമ്പോൾ, വില നോക്കുമ്പോൾ അന്ന് ഈക്വൽ ആയിരുന്നു, ഇന്ന് ഈക്വൽ അല്ല, വലിയ വ്യത്യാസം വന്നു. അപ്പൊ ഒന്ന് ആലോചിച്ചു, 590 ഗ്രാം വെള്ളിയുടെ നിസാബ് പിടിച്ച ഒരാൾ ബാങ്ക് ബാലൻസ്, അയാളുടെ 50,000 ഉണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം. ഇനി സ്വർണത്തിന്റെ നിസാബ് എടുക്കുമ്പോ ഈ 10.5 പവൻ നോക്കിയാൽ 5 ലക്ഷം സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ ഇതെങ്ങനെ ശരിയാവും? അപ്പൊ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു വള ധരിച്ചു വന്ന പെണ്ണിനോട് പോലും ഈ ആഭരണത്തിന്റെ സക്കാത്ത് കൊടുത്തോ എന്ന് പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് സംശയം ഉണ്ടാവും. പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരായിരിക്കും നമ്മളൊക്കെ. സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണം, പണ്ഡിതന്മാരോട് ചോദിക്കണം. ഇനി സക്കാത്തുമായി നിങ്ങൾക്കത് ചില ആളുകൾ സംശയം ഉണ്ടാക്കി ചോദിക്കും, എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നതിന് വേണ്ടി സംശയം ചോദിക്കും. അങ്ങനെ ചോദിക്കാനല്ല. ഇനി നേരെ മറിച്ച് സക്കാത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇന്ന ബിസിനസ് ആണ്, അതിന്റെ വശങ്ങൾ ഇന്നതുപോലെയാണ്, ഞാൻ അതിന് എത്ര സക്കാത്ത് കൊടുക്കണം, നിങ്ങൾക്ക് സംശയമുണ്ടോ? പള്ളിയുടെ താഴെ ഓഫീസിൽ ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച 2ാമത്തെ ഖുതുബയിൽ നമുക്ക് മറുപടി പറയാം.